ഒരെഴുത്തുകാരനെ പരീക്ഷിക്കുന്ന നോവൽ, അയാൾ യഥാർത്ഥത്തിൽ ഒരു നല്ല എഴുത്തുകാരനാണോ എന്ന് തെളിയിക്കുന്ന നോവൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലായിരിക്കും. ഒരു നോവലൊക്കെ ആർക്കും നല്ല ഭംഗിയായിട്ട് എഴുതാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അത് കൊണ്ടു. പണ്ട് ഭാരതത്തിൽ കളവിനും ഒരു ശാസ്ത്രമുണ്ടായിരുന്നുവെന്നും ആ കളവിൻ്റെ ദേവത സുബ്രഹ്മണ്യനായിരുന്നുവെന്നും കനകശക്തി എന്ന ആചാര്യൻ ചോരശാസ്ത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള ഒരു അര പേജ് വരുന്ന വിവരണം മാത്രം. ഒരാൾ ആ പ്രകൃതി നമുക്ക് നൽകിയ ഞാൻ എന്നുള്ള ഭാവത്തെ പ്രകൃതി തന്നെ തിരിച്ചെടുക്കുമ്പോൾ പ്രകൃതിയും ഞാനും ഭിന്നമാണ്, വ്യത്യസ്തമാണെന്നുള്ള എൻ്റെ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് ഞാൻ മോചിതനാകപ്പെടുകയാണ്. എനിക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ ഓടിച്ചൊരാൾ വന്ന് എന്നെ കണ്ടിട്ട് വിജയ് ജെയിംസ് അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ലൈക്കയുടെ അവസാനം ആ ചതുരത്തിൽ ഉള്ളടക്കിയിരിക്കുന്ന മൗനാക്ഷരം എന്താണ്? അപ്പോൾ എൻ്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലും ലോകത്തെവിടെയും വ്യാപിച്ചിരിക്കുന്ന, വായുവിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്ന ഈ കണങ്ങളുടെ ആറ്റങ്ങളുടെ ഉള്ളിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിൻ്റെ അവയുടെയും സബാറ്റോമി തരത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു ഊർജത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നു, അയാൾ വിശ്വാസിയായി. ഇല്ലെന്ന് ഒരാൾ വിശ്വസിക്കുന്നു, അയാൾ അവിശ്വാസിയായി. രണ്ടുപേരും പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ വിശ്വാസികൾ മാത്രമാണ്. ചെറുപ്പത്തിൽ വായനയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളെല്ലാം എടുത്ത് ധാരാളം കൊണ്ട് വായിക്കുമായിരുന്നു. ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് തന്നെ ഒരു സ്വയം താല്പര്യം തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെ വായനയിലൂടെ ഭാഷ നമ്മുടെ ഉള്ളിൽ കലർന്നിട്ടുണ്ടാവാം, എങ്കിലും എഴുതുവാനുള്ള ഒരു പ്രവണത ഉള്ളിലുണ്ടെന്നൊന്നും അന്ന് അത്ര വ്യക്തമായിരുന്നില്ല. അതൊരു പക്ഷേ ഞാൻ ആദ്യം ശ്രമിക്കുന്നത് ഒരു പ്രീ ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ മാഗസിന് വേണ്ടി ഒരു കഥ എഴുതുവാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടുള്ളത്. പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുമ്പോൾ ഞങ്ങൾക്കവിടെ സാഹിത്യ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു കുട്ടികളുടെ. അത് എല്ലാ മാസവും വ്യാഴാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് കൂടും. അവിടെ കുട്ടികൾ അവരുടെ കഥകളും കവിതകളും ഒക്കെ അവതരിപ്പിക്കും. അതേക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. അതുപോലെ അന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായ ആധുനികതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ നെടുങ്കൻ പ്രസംഗങ്ങളൊക്കെ നടത്തി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ആധുനികത എന്ന് പോലും കൃത്യമായ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷം ചേർന്ന ഒരു ചർച്ച, അങ്ങനെയൊക്കെ സാഹിത്യത്തിൽ അന്ന് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഞാനൊരു കഥ സാഹിത്യയുടെ ആ വർഷത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി എഴുതി വായിച്ചു. സംഘം ചേർന്നവരുടെ സങ്കീർത്തനം എന്നായിരുന്നു ആ കഥയുടെ പേര്. ആ കഥയാണ് പിന്നീട് ഒരിക്കൽ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദത്താപഹാരം എന്ന 30 വർഷമായിട്ടില്ലെന്ന് തോന്നുന്നു, ദത്താപഹാരം എന്ന നോവലായിട്ട് മാറുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹം കൂടാനായിട്ട് എറണാകുളത്തുള്ള ഒരു തുരുത്തിൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചതനുസരിച്ച് ഞാൻ ചെന്ന്. അപ്പോൾ ആ തുരുത്തിന് വളരെ പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയുടെ പ്രധാന ധാരയുമായിട്ട് അത് ചേരാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്ത്. അപ്പോൾ ദൂരെ എത്രയും വികസനം ഉണ്ടായിട്ട് പോലും ഈ തുരുത്തിൽ യാതൊരു വികസനവും ഇല്ലാതെ വെള്ളം പോലും കിട്ടത്തില്ല. കുടിവെള്ളത്തിന് വേണമെങ്കിൽ ഇക്കരെ തോണി തുഴഞ്ഞ് വന്ന് ശേഖരിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയുള്ള ഒരു തുരുത്ത്. അപ്പോൾ അവിടെ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങൾ, അവരുടെ പുരാതനമായ സംസ്കാരങ്ങൾ, ചില ആചാര രീതികൾ നമ്മളൊരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു ഭൂമികയായിരുന്നു. അതാണ് എനിക്ക് ഇവിടെ ഒരു എഴുത്തിനുള്ള ഒരു ഭൂമിക ഉണ്ടെന്നുള്ള തോന്നൽ എന്നിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം എഴുതി തുടങ്ങുന്നത്. അപ്പോഴേക്കും ഞാൻ എൻജിനീയറിങ്ങൊക്കെ കഴിഞ്ഞ് VSSCയിൽ വന്ന് സയൻറ്റിസ്റ്റായിട്ട് ജോലിയിലായിരുന്നു. അതിനുശേഷമാണ് എഴുതുന്നത്. അത് ഏതാണ്ട് ഒരു 10-12 വർഷം എടുത്തു അത് പൂർത്തിയാകാനായിട്ട്. പലവട്ടം വെട്ടിത്തിരുത്തലുകളും ഒക്കെ നടന്ന് 1999 അത് DC ബുക്സിൻ്റെ രജത ജൂബിലി നോവൽ അവാർഡ് നേടി പുറപ്പാടിൻ്റെ പുസ്തകം ഇറങ്ങുന്നത്. അങ്ങനെയാണ് വിജയ് ജെയിംസ് എന്നുള്ള എഴുത്തുകാരനെ പുറം ലോകം അറിയുന്നത്. കുറച്ച് വൈകി എഴുത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതിനു മുൻപ് 1-2 ചെറുകഥകളൊക്കെ അവിടെ ആനുകാലികങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതായിരുന്നു അതിൻ്റെ എഴുത്തിലേക്കുള്ള കടന്നുവരവ്. പിന്നീടാണ് ചോരശാസ്ത്രം സംഭവിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ നോവൽ എഴുതിയതിന് ശേഷം രണ്ടാമതൊരെണ്ണം കൂടി എഴുതി തുടങ്ങിയിരുന്നു. പക്ഷേ സേതു എന്ന എഴുത്തുകാരൻ, എനിക്ക് ആരാധനയായ എഴുത്തുകാരൻ ഒരിക്കൽ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഒരു എഴുത്തുകാരനെ
പരീക്ഷിക്കുന്ന നോവൽ, അയാൾ യഥാർത്ഥത്തിൽ ഒരു നല്ല എഴുത്തുകാരനാണോ എന്ന് തെളിയിക്കുന്ന നോവൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലായിരിക്കും. ഒരു നോവലൊക്കെ ആർക്കും നല്ല ഭംഗിയായിട്ട് എഴുതാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അത് കൊണ്ടു. അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതാൻ കരുതി വെച്ചിരുന്ന നോവൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പുതിയ ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും പാടെ വ്യത്യസ്തമായ ഒരു തലത്തിലുള്ള ഒരു നോവൽ എഴുതാൻ പറ്റുമെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചോരശാസ്ത്രം എന്ന നോവലിലേക്ക് വന്നെത്തുന്നത്. ഞങ്ങളുടെ VSSCയുടെ ലൈബ്രറിയിൽ റഫറൻസ് ഗ്രന്ഥത്തിൽ പുരാതന പൗരാണിക ഭാരത ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് പണ്ട് ഭാരതത്തിൽ കളവിനും ഒരു ശാസ്ത്രമുണ്ടായിരുന്നുവെന്നും ആ കളവിൻ്റെ ദേവത സുബ്രഹ്മണ്യനായിരുന്നുവെന്നും കനകശക്തി എന്ന ആചാര്യൻ ചോരശാസ്ത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള ഒരു അര പേജ് വരുന്ന വിവരണം മാത്രം അതിനിലൊരു കൗതുകം ഉണർത്തിയെന്നുള്ളതല്ലാതെ ഒരു നോവലാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഒരിക്കൽ വീട്ടിൽ ഞാൻ തനിച്ചായിരിക്കുമ്പോൾ, വാടക വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മോളും സ്കൂളിൻ്റെ അവധിക്കാലത്ത് നാട്ടിൽ പോയിരുന്ന ചങ്ങനാശ്ശേരിയിലേക്ക് പോരുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഒരു രാത്രി 2 മണിയോടുകൂടി ഏതാണ്ട് എൻ്റെ വീടിൻ്റെ കതകാരോ പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ കേട്ട് ഞാൻ ഉണർന്ന് ഞാൻ ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി ആ പൂട്ടിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ചു നോക്കി. അപ്പോൾ ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ വൃത്തത്തിൽ ഒരു താക്കോൽ ദ്വാരം കാണുന്നു. പെട്ടെന്ന് ആ നിമിഷത്തിൽ എൻ്റെ ഉള്ളിലേക്ക് വന്ന് വീണ ഒരു വാക്കാണ് നോട്ടം കൊണ്ട് പൂട്ട് തുറക്കുന്ന വിദ്യ. അതിനു മുൻപ് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ മനസ്സിലും വന്നിട്ടില്ല. ആ ഒരൊറ്റ വാക്കിൽ നിന്നാണ് ചോരശാസ്ത്രം എന്ന നോവലുണ്ടാകുന്നത്. അങ്ങനെ ആശിച്ചാശിച്ച് കള്ളന് നോട്ടം കൊണ്ട് പൂട്ട് തുറക്കുന്ന വിദ്യ സ്വായത്തമായി എന്ന് പറഞ്ഞ് ആ നോവൽ ഞാൻ അന്നങ്ങ് തുടങ്ങുകയാണ്, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ. അപ്പോൾ എനിക്ക് എഴുത്തിനെക്കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടാലും ആ എഴുത്ത് വേറെ ഒരു തലത്തിൽ നിന്ന് കടന്നു വരുന്നത് ഏതോ ഒരു അതിൻ്റെ ഒരു മേഖലയുണ്ട്. ആ ഒരു മേഖലയിലേക്ക്, ഏതോ ഒരു ധ്യാന മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണ നമ്മൾ എഴുതുകയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും അതിനുള്ള ഒരു പരിതസ്ഥിതി ഒത്തുവരുമ്പോൾ ഒരു ധ്യാന മേഖലയിലൂടെ അത് കടന്നു വരുന്നതായിട്ട് എന്നെ ഏറ്റവും അനുഭവപ്പെടുത്തിയ കൃതിയാണ് ചോരശാസ്ത്രം. കള്ളന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കള്ളനെ നമ്മൾ പൊതുവേ നമുക്കിഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രമായിട്ടാണ് കള്ളനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ചോരശാസ്ത്രത്തിലെ കള്ളനെ നമുക്കൊരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു കള്ള എന്നൊക്കെ നമ്മൾ ചിലരെ വിളിക്കുന്നത് പോലെ ആ കള്ളനെ ആളുകൾ ക്രമേണ ഇഷ്ടപ്പെട്ട് തങ്ങളുടെ സ്വന്തം ആളായിട്ട് സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് ആ കള്ളൻ മാറുന്നുണ്ട്. ഒരുപക്ഷെ കള്ളൻ്റെ അവസാന ഭാഗം സങ്കടത്തോടു കൂടി വായിച്ചു, അയ്യോ കള്ളൻ ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് വിചാരിച്ചവരുണ്ട്. പക്ഷേ ആ ചോരശാസ്ത്രത്തിൻ്റെ ഏറ്റവും അവസാനം ഒരു പ്രാർത്ഥന പോലെ കൊടുത്തിരിക്കുന്നതിലാണ് അതിൻ്റെ മർമ്മം അടക്കിയിരുന്നത്. അത് എല്ലാവർക്കൊന്നും കിട്ടിയില്ല. ആ കള്ളൻ വാസ്തവത്തിൽ അവിടെ അറയിൽ നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്. കള്ളൻ അവിടുന്ന് ആ അറ തുറന്ന് 9 അറകളെയും അതിശയിക്കുന്ന കാഴ്ചകൾ കാണുന്ന ഒരു 10ാമത്തെ അറയിലേക്ക് കള്ളൻ തുറക്കപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് കള്ളന് തിരിച്ചറിവുണ്ടാകുന്നത്. കാവലായി നിന്നതും കള്ളനായി വന്നതും ഒരാളായിരുന്നു, എടുക്കുന്നവനും കൊടുക്കുന്നവനും ഒരാൾ തന്നെ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോൾ ചോരശാസ്ത്രം എന്ന നോവൽ അതിൻ്റെ വെറും ഒരു കള്ളക്കഥ എന്നതിൽ നിന്ന് തനിപ്പെട്ട ഒരു ആത്മീയതയുടെ ഒരു സ്ഥാനം, ഒരു മതാതീത ആത്മീയതയുടെ ഒരു സ്ഥാനത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് എല്ലാം തന്നെ ഒന്നാണ് എന്നുള്ള ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് അതിനെ എത്തിക്കുകയായിരുന്നു ചോരശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ഉന്നം. കാരണം ചോരശാസ്ത്രത്തിൻ്റെ കർത്താവായിട്ട് അതിൻ്റെ ദേവനായിട്ട് വെച്ചിരിക്കുന്ന സുബ്രഹ്മണ്യനെയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ജ്ഞാനത്തിൻ്റെ ദേവതയാണ്. ജ്ഞാനത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യനെ ഒരു അധമകർമ്മമായ ചോരണത്തിൻ്റെ കളവിൻ്റെ ദേവനാകുവാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള എൻ്റെ ഒരു ചിന്തയുടെ ഒരു അന്വേഷണത്തിൽ നിന്നാണ് ആ ഒരു പരിണതിയിലേക്ക് ചോരശാസ്ത്രം എത്തുന്നത്. അപ്പം സുബ്രഹ്മണ്യൻ യഥാർത്ഥത്തിൽ ആ കള്ളനിൽ നിന്ന് തന്നെ ഒരു സാധനം ചോർന്നു കൊണ്ടുപോകുന്നുണ്ട്. കള്ളൻ ഭാവത്തെ മുഴുവൻ, സ്കന്ദൻ എന്നാണ് സുബ്രഹ്മണ്യൻ്റെ പേര്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ കവരുന്നവൻ. ആ സ്കന്ദൻ അവൻ്റെ കള്ളഭാവത്തെ മുഴുവൻ കവർന്നു കൊണ്ടുപോയി എല്ലാം, ആരുടെയും ഒന്നും ഇനി മോഷ്ടിക്കാൻ ഇല്ലാത്തവൻ എന്നുള്ള ഒരു നിലയിലേക്ക് അവനെ എത്തിച്ച് ചേർക്കുന്നിടത്താണ് ചോരശാസ്ത്രം പൂർണ്ണമാകുന്നത്. അപ്പോൾ സാധാരണ നെഗറ്റീവ് കഥാപാത്രങ്ങളായിട്ട് കാണുന്ന കള്ളനിൽ നിന്ന് പോലും നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഉന്നത തലത്തിലേക്ക് അതിനെ എത്തിക്കുവാനാണ് ചോരശാസ്ത്രത്തിൽ ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും. ദത്താപഹാരം എന്ന വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. ദത്ത എന്നാൽ കൊടുത്തത്,
നൽകപ്പെട്ടത്, അപഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കപ്പെട്ടത്. ഈ നമ്മുടെ മനുഷ്യർക്കെല്ലാം നമ്മൾ ജന്മമെടുക്കുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ചേർച്ചയിൽ ഒരു ഞാൻ ഭാവമുണ്ട്. ഞാൻ എന്നുള്ള, ഇപ്പം ഞാൻ ജെയിംസാണ്, ഞാൻ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. ഇതെല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നയാളാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല എന്നിലെ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ള എൻ്റെ എല്ലാ ആഭരണങ്ങളും മാറിയ, എഞ്ചിനീയർ എന്നുള്ള ഭാവം മാറി, എഴുത്തുകാരൻ എന്നുള്ളത് മാറി, അച്ഛൻ, മകൻ, ഇങ്ങനൊന്നും നമ്മൾ ചിന്തിച്ചിട്ടല്ല. അല്ലെങ്കിൽ എനിക്ക് കൈകാലുകളുണ്ട്, എൻ്റെ കൈകാലുകളാണ്, ഞാനൊന്നും ശരീരത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കത്തില്ല. ഞാൻ എന്നുള്ള ഒരു സത്തയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് ഒരാൾ ആ പ്രകൃതി നമുക്ക് നൽകിയ ഞാൻ എന്നുള്ള ഭാവത്തെ പ്രകൃതി തന്നെ തിരിച്ചെടുക്കുമ്പോൾ പ്രകൃതിയും ഞാനും ഭിന്നമാണ്, വ്യത്യസ്തമാണെന്നുള്ള എൻ്റെ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് ഞാൻ മോചിതനാകപ്പെടുകയാണ്. അതാണ് ദത്താപഹാരത്തിൽ സംഭവിക്കുന്നത്. ഫ്രെഡി റോബർട്ട് എന്നുള്ള കഥാപാത്രം തൻ്റെ താൻ ഭാവം മാറി താൻ തന്നെ പ്രകൃതിയാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അദ്ദേഹം കാട്ടിലെത്തുമ്പോൾ മൃഗങ്ങൾ, ഇപ്പോൾ ഒരു സിംഹം ഫ്രെഡി റോബർട്ടിനെ കണ്ടാൽ ആ സിംഹത്തിന് മറ്റൊരു സിംഹമായിട്ടേ ഈ ഫ്രെഡി റോബർട്ടിനെ തോന്നുകയുള്ളൂ. ഒരു പാമ്പിന് ഫ്രെഡി റോബർട്ടിനെ കണ്ടാൽ മറ്റൊരു പാമ്പായിട്ടേ തോന്നുകയുള്ളൂ. മരത്തിന് കണ്ടാൽ മറ്റൊരു മരമായിട്ടേ തോന്നുകയുള്ളൂ എന്ന വിധത്തിൽ ഒരു തന്മയീ ഭാവം, പ്രകൃതിയുമായിട്ടുള്ള ഒരു പൂർണ്ണ തന്മയീ ഭാവം ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് ദത്താപഹാരത്തിലെ ഫ്രെഡി റോബർട്ടിനെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രെഡിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്ന 5 പേരുണ്ടല്ലോ, മീര ഉൾപ്പെടെ ഉള്ള 4 കൂട്ടുകാരും മീരയും ചേർന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ മീര അവിടെ ശരിക്കും പ്രകൃതിയുടെ സ്ഥാനത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ മറ്റ് 4 കൂട്ടുകാർക്കും ഫ്രെഡി എന്തായിരുന്നു യഥാർത്ഥത്തിൽ, നമ്മൾ തേടുന്ന ഫ്രെഡിയെ നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ കിട്ടുകയില്ലെന്നും എന്നാൽ യഥാർത്ഥ ഫ്രെഡിയെ നമുക്ക് അനുഭവിക്കാനാകുമെന്നും അവരെ ബോധ്യപ്പെടുത്തുന്ന മീരയാണ്. മീരയ്ക്ക് അവിടെ പ്രകൃതിയുടെ സ്ഥാനമാണ് ഉള്ളത്. അപ്പം പ്രകൃതി പെൺഭാവം സ്ത്രീഭാവമായിട്ട് നമ്മളെ അതിൽ അവതരിപ്പിച്ച് അങ്ങനെയാണ് ദത്താപഹാരത്തെ കൊണ്ടുപോകുന്നത്. ലയിക്കുക എന്ന ആ ഒരു വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. നമുക്കന്ന് സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. ക്ലാസ്സിൽ 1-2 പേരെ അതിനു വേണ്ടി എഴുതിക്കത്തുള്ളൂ. അങ്ങനെ ആ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി GK ജനറൽ നോളജൊക്കെ പുസ്തകങ്ങൾ വേറെ വാങ്ങി പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിച്ച നായ ലയിക്ക. കാണാതെ പഠിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ശൂന്യാകാശത്ത് ഈ നായയ്ക്ക് എങ്ങനെ പോകാൻ പറ്റി, അതിന് ചിറകുണ്ടായിരുന്നോ, ഇതൊന്നും എനിക്കറിയത്തില്ല, റോക്കറ്റുകളെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആഞ്ഞ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വാക്കായിരുന്നു. നമ്മൾ പിന്നീട് കാലത്തേക്ക് നമ്മൾ കരുതി വെച്ചതുപോലെ ഒരു വാക്കായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഔദ്യോഗിക തുറ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയിൽ VSSCയിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ അന്ന് ടെക്നിക്കലായിട്ടുള്ള ഈ ഡേറ്റയൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ലൈബ്രറിയാണ് ആശ്രയിക്കുന്നത്. ഇൻ്റർനെറ്റും ഒന്നും ഇല്ല അന്നത്തെ കാലത്ത്, വ്യാപകമല്ലാത്തതുകൊണ്ട്. ഞാൻ ലൈബ്രറി ചെല്ലുമ്പോൾ ഒരു ടെക്നിക്കൽ ജേണലിൽ ഞാൻ കാണുകയാണ് ലയിക്ക എന്ന നായയെ യാത്ര ചെയ്യിച്ച ആ ഉപഗ്രഹത്തിൻ്റെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സർവ്വ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ ഇത് വായിക്കുമ്പോഴാണ് ലയിക്കയുടെ ശരീരത്തിൽ അന്ന് അവർ ഓരോ സെൻസേഴ്സ് അവർ ഘടിപ്പിച്ചിരുന്നതും ആ സെൻസേഴ്സിൽ നിന്ന് ഈ ലയിക്കയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിന് ചൂടേൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെ ഇവർ ഡീകോഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ നായയെ നമ്മൾ ആ ബഹിരാകാശത്തേക്ക് വിടുമ്പോൾ നമുക്കറിയാം ഇതൊരിക്കലും സ്പുട്നിക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഇല്ല. അന്ന് അതിനുള്ള ടെക്നോളജി നമുക്കില്ല ബഹിരാകാശത്ത് അയച്ച ഒന്നിനെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ ഒരു നായയ്ക്ക് നമ്മൾ അത്രയും വില മാത്രം കൊടുത്ത് അതിനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നായയെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അതിനെ സ്നേഹിച്ച് വളർത്തി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ്റെ മകളുമായിട്ട് ആ കുട്ടിക്ക് കഥകളിലൂടെ കേട്ടുണ്ടാകുന്ന തീവ്രമായ അറ്റാച്ച്മെൻറ്റ്, ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന പിന്നീട് വരുന്ന ഒരു ദുരന്തം, മനുഷ്യൻ്റെ നൈതികതയെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾക്ക് ഇവയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ പിന്നീട് ഒരു നൈതികതയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകാനും അതിൻ്റെ വേദനകൾ മറ്റു ജീവികൾക്കും നമ്മുടെ ജീവികൾക്കൊപ്പം മനുഷ്യനെന്ന ആ ഒരു ഹോമോസേപ്പിയന് ഒപ്പം തന്നെ പ്രകൃതി തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും മനുഷ്യനാണ് ഏറ്റവും പ്രധാനമെന്ന്. പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അതേ പ്രാധാന്യം തന്നെ ഓരോ ജീവിക്കുമുണ്ട്. അപ്പോൾ അവയോടുള്ള ഒരു മാനസിക ചായ്വ് കൊണ്ട് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നതാണ് ലയിക്കുന്ന നോവലിൽ കൊണ്ടുവന്നത്. അപ്പം ശാസ്ത്രം അതിനകത്തുള്ളപ്പോൾ തന്നെ ശാസ്ത്രത്തിനേക്കാൾ അപ്പുറത്ത്
ഹൃദയം കൊണ്ടുള്ള ഒരു സംവേദനമാണ് ലേഖ്യയിൽ കടന്നു പോകുന്നത്. അത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുകയും പലരും അത് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് പൊഴിഞ്ഞു എന്ന് പറഞ്ഞവരുമുണ്ട്. അതുപോലെ ആ ലേഖ്യയുടെ അവസാനം ഒരു ശൂന്യ ചതുരം അത് പൂരിപ്പിക്കാനായിട്ട് ഒരു വായനക്കാരന് നൽകുന്ന ഒരു എക്സസൈസ് പോലെയാണ്, അറിയാതെയാണ് അതിൽ സംഭവിക്കുന്നത്. അത് പൂരിപ്പിക്കാൻ ശ്രമിച്ച പലരും എന്തായിരുന്നു യഥാർത്ഥത്തിൽ അതിൽ ഉള്ളടക്കിയിരുന്നതെന്ന് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചവർ പോലുമുണ്ട്. ഒരിക്കൽ ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ ഓടിച്ചൊരാൾ വന്ന് എന്നെ കണ്ടിട്ട് വിജയ് ജെയിംസ് അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ലേഖ്യയുടെ അവസാനം ആ ചതുരത്തിൽ ഉള്ളടക്കിയിരിക്കുന്ന മൗനാക്ഷരം എന്താണ്? ഞാൻ ഒത്തിരി ആലോചിച്ചു, പലതും ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേഖ്യ എന്ന നോവലിന് ഒരു പ്രസക്തി ഇല്ലാതാവും. ഓരോരുത്തരും അവനവൻ കണ്ടെത്തുന്നതാണ് അതിനുള്ള ഉത്തരവെന്നാണ് ഞാൻ അതിന് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ, നമുക്ക് പ്രിയപ്പെട്ട വീട്ടിൽ നമ്മൾ എവിടേക്ക് യാത്ര പോയാലും നമ്മുടെ മനസ്സറിയാതെ നമ്മളെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അമേരിക്ക പോയാലും തിരിച്ച് നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യസ്ഥാനം അമേരിക്കയല്ല, തിരിച്ച് വീട് തന്നെയാണെന്ന് പറയേണ്ടി വരും. നമ്മൾ അവിടെ പോകുന്നു, അവിടെ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നുന്ന വിധത്തിൽ. ഇത് പ്രകൃതി മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഞാനെന്ന ശരീരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, തുടർച്ച മാത്രമാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആ തുടർച്ച അല്ല എന്ന രീതിയിൽ എനിക്കൊരു തെറ്റായ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇപ്പം ദത്താപഹാരത്തിലായാലും ആൻറ്റിക്ലോക്കിലും ഒക്കെ അത് വരും, നിരീശ്വരനിലും ഒക്കെ നമ്മളത് ഇൻഡയറക്റ്റായിട്ട് ചർച്ചയാവുന്നുണ്ട് പല രംഗങ്ങളിലും. എങ്കിലും ഏറ്റവും കൂടുതൽ അത് എനിക്ക് തോന്നുന്ന പ്രകടമായ രീതിയിൽ അനുഭവപ്പെടുത്തുന്ന നോവൽ ദത്താപഹരമായിരിക്കണം. അത് പ്രകൃതി ഒരു കഥാപാത്രം തന്നെയായി വരുന്നത് കൊണ്ട്. അപ്പം ആധുനിക ശാസ്ത്രം പുരോഗമിച്ച് ചെല്ലുമ്പോൾ നമ്മളതിനെ കൂടുതൽ നമ്മൾ പഠിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ആ തലങ്ങളിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഇത് ശരിയാണെന്നുള്ള ഈ ഒരു തത്വം ശരിയാണെന്ന് നിരീക്ഷണം വായിച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ ആ ശാസ്ത്രവുമായിട്ട് ഇത് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാം ഒന്നാണ്, ഒരു കണ്ടിന്യൂമാണ് എന്ന തലത്തിലേക്ക് നിരീക്ഷണം നമ്മളതിനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ശങ്കരാചാര്യരുടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ആ ഒരു വാക്യത്തെ ഊർജ്ജസത്യം വസ്തുമിഥ്യ എന്ന വാക്യമാക്കി മാറ്റിക്കൊണ്ട് ആധുനിക ശാസ്ത്രത്തോട് നമ്മൾ സമന്വയിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, എല്ലാ വസ്തുക്കളും, വ്യത്യസ്തങ്ങൾ തോന്നുന്ന എല്ലാ വസ്തുക്കളും ഒരേ അടിസ്ഥാന വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമാണെന്ന് നമുക്ക് ശാസ്ത്രത്തിൽ അറിയാം. ഓരോ വസ്തുവിനും വ്യത്യസ്ത പ്രോപ്പർട്ടി കൊടുക്കുന്ന അതിൻ്റെ മോളിക്യൂൾ, തന്മാത്ര ലെവലിലാണ് അതിന് വ്യത്യസ്ത പ്രോപ്പർട്ടികൾ ഉണ്ടാകുന്നത്. തന്മാത്രയെ നമ്മൾ വീണ്ടും വിഭജിച്ചാൽ പിന്നെ അത് ആറ്റമായിട്ട് മാറുകയാണ്. അപ്പോൾ പല ആറ്റങ്ങൾ ചേരുമ്പോൾ ഒരു തന്മാത്ര ഉണ്ടാകുന്നു. ഓരോ ആറ്റത്തിനെയും വീണ്ടും വിഘടിച്ചാൽ അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. ഏത് വസ്തുവിൻ്റെയും അവസാന ഘടകങ്ങളിൽ നമുക്ക് എത്തിച്ചേരാവുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. അതിൽ തന്നെ ശാസ്ത്രത്തിന് ഇപ്പോൾ അതിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആറ്റത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ ഉണ്ടെന്നറിയാം, അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും അത് വീണ്ടും നമ്മൾ അത് ക്വാർക്സ് കൊണ്ടാണ് നിർമ്മിതമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ നമ്പർ ഓഫ് ക്വാർക്സും പിന്നെ അതിൻ്റെ സ്പിൻ റേറ്റും സ്പിന്നിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഒരു പ്രോട്ടോണും ന്യൂട്രോണും വ്യത്യസ്തമായിരിക്കുക. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ വസ്തു കൊണ്ട് തന്നെ, ന്യൂട്രലായിട്ടുള്ള ഒന്നിനെയും പോസിറ്റീവായിട്ടുള്ളതും ഒരേ വസ്തുവിന്. പക്ഷേ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള 2 ചാർജ് ശാസ്ത്രത്തിന് അറിയാവുന്നത് ഇലക്ട്രോണും ക്വാർക്സും. ശാസ്ത്രം അവിടം വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ശാസ്ത്രത്തിന് മോളിക്യൂളിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. മോളിക്യൂളിൻ്റെ തലത്തിൽ നിന്ന് ആറ്റത്തിലേക്ക് എത്തി, ആറ്റത്തിൻ്റെ തലത്തിലേക്ക് സബാറ്റമിക് തലത്തിലേക്ക് എത്തി. ഇനി ഇലക്ട്രോണിൻ്റെ ഫർദർ തലത്തിലേക്കോ അല്ലെ പ്രോട്ടോണിൻ്റെ ന്യൂട്രണിൻ്റെ അടുത്ത തലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് എത്താവുന്നത് എനർജി എന്ന തലത്തിലാണ്, ഊർജം എന്ന തലത്തിൽ. അപ്പോൾ എൻ്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലും ലോകത്തെവിടെയും വ്യാപിച്ചിരിക്കുന്ന, വായുവിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്ന ഈ കണങ്ങളുടെ, ആറ്റങ്ങളുടെ ഉള്ളിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിൻ്റെ അവയുടെയും സബാറ്റോമിക് തലത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു ഊർജത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് എൻ്റെ തന്നെ തുടർച്ചയാണ് പ്രകൃതി, എല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ കണ്ടിന്യൂം, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഒരൊറ്റ സത്യമേ ഉള്ളൂ. ആ സത്യത്തെ നമ്മൾ പലതായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ നോക്കുന്ന ഡയമെൻഷൻ്റെ, നമ്മൾ അറിയുന്ന ഡയമെൻഷൻ്റെ, നമ്മുടെ ഇന്ദ്രിയപരമായിട്ടുള്ള നമ്മുടെ ചെറിയ എക്യുപ്മെൻറ്റ്സിൻ്റെ ബാൻഡിൻ്റെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന തോന്നൽ ഭ്രാന്തിയാണെന്നുള്ളത് മാത്രം ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും വളരെ ചെറിയ ബാൻഡിൽ പ്രവർത്തിക്കുന്നു. അതിനപ്പുറത്തെ ബാൻഡുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനാവാത്തത് കൊണ്ട് ഈ പ്രകൃതിയെ നമ്മൾ ഇങ്ങനെ പ്രകൃതിയായിട്ട് കാണുന്നു. അതിനപ്പുറത്തെ ഒരു ബാൻഡിലുള്ള ഒരു കാഴ്ചയിൽ വരുമ്പോൾ ഒരൊറ്റ പ്രകൃതിയുള്ളെന്നുള്ള ഒരു അനുഭവ തലമുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും.
നിരീശ്വരൻ എന്ന വാക്കിന് തന്നെ, നിരീശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ, അതായത് സകല ഈശ്വര ഭാവങ്ങൾക്കും മീതെ നിൽക്കുന്നതെന്നാണ്. നമുക്കെല്ലാവർക്കും സാമാന്യ രീതിയിൽ ഇപ്പോൾ പല ഈശ്വരഭാവങ്ങളുണ്ട്. ക്രിസ്ത്യന് ജീസസ്, അതുപോലെ കൃഷ്ണൻ, അങ്ങനെ പല പല ഭാവങ്ങളുണ്ട്. ഒരു നാമവും രൂപവും ചേർന്ന ഭാവങ്ങൾ. എന്നാൽ നിരീശ്വര ഭാവം എന്ന് പറഞ്ഞാൽ ഈ നാമരൂപങ്ങൾക്കും മീതെ, ഇനി ക്രിസ്ത്യൻ സങ്കല്പത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ. അതല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ ആദ്യത്തെ വാചകം എടുത്താൽ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറയുന്ന ഒരു, അവിടെ ഒന്നുമില്ല, ദൈവത്തിന് രൂപമില്ല, ഒന്നുമില്ല, ദൈവം എന്ന സങ്കല്പം ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ എന്തുണ്ടായിരുന്നോ അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉൽപ്പത്തിയായത്, വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്ന തരത്തിൽ വന്ന് ചേർന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ആധുനിക കാലത്തിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട്. വിശ്വാസത്തിൽ തന്നെ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പോൾ ഇവയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏതടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇവയെല്ലാം ഉൽപ്പത്തി ആയതെന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയുവാനുള്ള ഒരു അവസരമുണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എൻ്റേത് മാത്രമാണ് ശരി എന്ന ഒരു ശാഠ്യത്തിൽ എനിക്കൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതാണ് ശരിയെന്ന് ഞാനങ്ങ് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നു, അയാൾ വിശ്വാസിയായി. ഇല്ലെന്ന് ഒരാൾ വിശ്വസിക്കുന്നു, അയാൾ അവിശ്വാസിയായി. രണ്ടുപേരും പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ വിശ്വാസികൾ മാത്രമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിന്നുള്ള ദൂരം. നമുക്ക് അനുഭവമില്ലെന്നർത്ഥം. ഒരാൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവമില്ലെന്നർത്ഥം. അപ്പോൾ രണ്ടുപേർക്കും ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ പരസ്പരം പോരടിക്കുന്നത്. അനുഭവമുള്ള ആൾക്കാർ ഒരിക്കലും പോരടിക്കത്തില്ല. കാരണം അനുഭവത്തിനെ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല. അനുഭവമുള്ള ഒരാൾ, ഞാനും വേറെ ആളും ഈ ഒരേ പ്രകൃതിയിലെ തുടർച്ച തന്നെയാണ്, എന്നോട് തർക്കിക്കാൻ വരുന്ന ആളോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്നോട് തർക്കിക്കാൻ വരുന്നതൊരവസ്ഥ ഇല്ലല്ലോ. എനിക്ക് രണ്ട് വിശ്വാസവും അവിശ്വാസവും ഞാൻ ഉള്ളിൽ കൊണ്ടുവന്ന് പരസ്പരം തർക്കിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ തർക്കിച്ച് ജയിക്കാനായിട്ട് പോവില്ല. അപ്പോൾ എവിടെ ആര് തർക്കിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നോ അവിടെ അയാളുടെ ഈഗോ ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഞാൻ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ വിഷയം ഉറപ്പിച്ചു, എൻ്റേത് ശരിയാണ്, എങ്ങനെ ഇയാളെ പറഞ്ഞ് തോൽപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉന്നം. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാമെന്നുള്ളൊരു വാതിൽ നമ്മൾ ആദ്യമേ അങ്ങ് അടയ്ക്കും. എന്നിട്ട് എൻ്റേത് മാത്രം ശരി എന്ന് ശഠിക്കുന്ന ഒരു ഈഗോയുടെ ഭാവത്തെ എടുത്തുകൊണ്ട് മറ്റേയാളെ എങ്ങനെ അടിച്ചമർത്താം, അയാളുടെ ആശയത്തെ എങ്ങനെ ഇല്ലാതാക്കാം, ഹനിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്ന സാധനം കയ്യിലുള്ള ഒരാൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. കാരണം സത്യത്തിനെ ഒരിക്കലും ഞാൻ സത്യമാണെന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. സത്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരിക്കലും ഞാൻ സത്യമാണ്, ഇതാണ് സത്യമെന്ന് പറയാനേ നിൽക്കില്ല. സത്യത്തെ അറിയുന്ന ആൾക്കാരും അതുപോലെ ആയിരിക്കും. അവരൊരിക്കലും പറയാനോ ബഹളം വയ്ക്കാനോ പുറത്തേക്ക് വരുന്നവരായിരിക്കില്ല. അവർ സത്യത്തെ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മുകളിൽ നിന്നുകൊണ്ടൊരു നോട്ടം സാധ്യമാണോ? ഇപ്പം നമ്മൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയുന്നതും വിശ്വാസമെന്നും അവിശ്വാസമെന്നും പറയുന്നതുമായ ഈ ദ്വന്ദ്ഭാവത്തെ അവരുടെ രണ്ടുപേരുടെയുമായ ചില ന്യായങ്ങളുണ്ട്. ഈ ന്യായങ്ങളുടെ വശത്തുനിന്ന് നോക്കുക, അവർ രണ്ടുപേർക്കും ന്യായം പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക. എന്നിട്ട് മൂന്നാമതൊരു പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രണ്ട് ന്യായങ്ങൾക്കും മീതെ എന്നുള്ള ഒരു നോട്ടം സാധ്യമാണോ എന്നാണ് നിരീശ്വരൻ എന്ന നോവലിൽ ശ്രമിച്ചത്. സിനിമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു സംവിധായകൻ്റെ കല കൂടിയാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു സംവിധാന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ചില കഥകളൊക്കെ ഞാൻ സിനിമയാക്കുവാനായിട്ട് ശ്രമിച്ചാൽ. പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പലരും നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കഥകളും ഒക്കെ ഇപ്പോൾ നിരീശ്വരൻ തന്നെ നോവലാക്കണമെന്ന് താല്പര്യത്തോടുകൂടി സമീപിച്ചവരുണ്ട്. ചോരശാസ്ത്രം, അങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് നല്ലൊരു നോവലിന് പറ്റിയ പ്രമേയമാണെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പം ഇത് കണ്ടെത്തി അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിൽ കണ്ടെത്തി അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ചിത്രീകരിക്കുവാനായിട്ട് കഴിവുള്ള ആരെങ്കിലും ഭാവിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കൂടായികയില്ലെന്നേ ഞാനതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഈ കഥകളും നോവലുകളും എഴുതുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സമീപന രീതികൾ വ്യത്യസ്തമായിരിക്കും. സാധാരണ കഥകളെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ എറിഞ്ഞു കൊള്ളിക്കുന്നത് പോലെ ഒരു കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഒരു ഭാവത്തെയൊക്കെ മാത്രമായിരിക്കും നമ്മൾ അതിൽ ഊന്നുന്നത്.
എന്നാൽ നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാസന്ദർഭങ്ങളും വ്യത്യസ്തങ്ങളായ വികാരങ്ങളും ഉപകഥകളും ഒക്കെ ആയിട്ട് അതിന് കുറച്ചുകൂടി ഒരു പരന്ന പശ്ചാത്തലമുള്ളത് കൊണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം എടുക്കുവാനായിട്ട് നമുക്ക് നോവലിൽ കഴിയും. ഏഹ് കഥയിൽ ഒരു ഒറ്റക്കമ്പിയുള്ള ഒരു വാദ്യം, ഒരു വാദ്യത്തെ നമ്മൾ അതിനെ മുറുക്കി ഒരു കൃത്യമായ സ്വരം കേൾപ്പിക്കത്തക്ക വിധത്തിൽ അതിനെ മുറുക്കി, അതിൻ്റെ മുറുക്കം കൂടിപ്പോയാലും മുറുക്കം കുറഞ്ഞു പോയാലും അതിൻ്റെ ശബ്ദം കൃത്യമായ സ്വരമായിരിക്കില്ല, നമുക്ക് ഇമ്പമായിട്ടുള്ള ഒരു സ്വരമായിരിക്കില്ല അതിൽ നിന്ന് വരുന്നത്. അതുപോലെ ഒരു കൃത്യതയിൽ മുറുക്കിയാണ് കഥയിൽ ചെയ്യുന്നത്. എന്നാൽ അനേകം വാദ്യങ്ങൾ ചേർന്നുള്ള ഒരു കോറസ് പോലെ ആയിരിക്കാം ഒരുപക്ഷെ. എങ്ങനെയാണ് സാധാരണ കഥയെയും നോവലിനെയും കുറിച്ചുള്ള ഒരു വ്യത്യസ്ത സമീപനം എങ്ങനെയാണെന്ന് ആളുകൾ അതേക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രണ്ട് രീതിയിലും സമീപിക്കാറുണ്ട്. അപ്പോൾ കഥയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോവലിന് കൊടുക്കുന്നതിനേക്കാൾ ഒരു പടി ഗൗരവം കൂടുതൽ കൊടുത്ത് എഴുതേണ്ടതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ മുറുക്കൽ ആവശ്യമുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കഥ പെട്ടെന്ന് എഴുതി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കാറില്ല. ആ കഥ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കഴിവതും എന്നെങ്കിൽ കഴിയുന്ന വിധത്തിലുള്ള പൂർണ്ണതയിലേക്ക് എത്തുന്നതിനുള്ള സമയമെടുക്കുക, വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു വാചക ഘടനയിലുള്ള മാറ്റങ്ങൾ പോലും, അല്ലെ ഒരു വാക്ക് പോലും ഒരു കഥയുടെ അതിൻ്റെ സുഗമതയിലെ കഥ എന്ന നിലയിലുള്ള അതിൻ്റെ പൂർണ്ണതയിലെ ബാധിക്കുന്ന വിധത്തിൽ വരാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നോവല് പക്ഷേ ദീർഘക്ഷമ ആവശ്യപ്പെടുന്ന, ഒരുപാട് കാലം ആവശ്യപ്പെടുന്നതാണ്. എൻ്റെ പല നോവലുകളും ഇപ്പം പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 12 വർഷത്തോളം എനിക്ക് അതിന്മേൽ അടയിരിക്കേണ്ടി വന്നു. നിരന്തരമായി ഇരിക്കുകയല്ല, മറ്റ് ഔദ്യോഗികവും മറ്റുമായ തിരക്കുകൾക്കിടയിൽ ഒരുപാട് എഡിറ്റിങ് വേണ്ടി വന്നു. 10ഓളം തവണ ഒരു 4000 പേജോളം ഉണ്ടായിരുന്നു, അല്ല 400 പേജുകൾ ഒരു 10ഓളം തവണ ഞാൻ വീണ്ടും വീണ്ടും കൈകൊണ്ട് എഴുതി എഡിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അത്ര ഒരുപാട് എഡിറ്റിംഗ് ആവശ്യപ്പെടുന്നുണ്ട് നോവലുകൾ. പിന്നെ ഇതിനെ എല്ലാ എഴുത്തും സാധാരണ എഴുത്തുകാരൻ എഴുത്തിലൂടെ തേടുന്നത് ഒരു പൂർണ്ണതയാണ്. പൂർണ്ണതയെ തേടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു അന്വേഷണമുണ്ട്, ആത്മീയമായ ഒരു ദാർശനികമായ ഒരു അന്വേഷണത്തിൻ്റെ തലം കൂടി എഴുത്തിനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ഉറവ വരുന്നതിനുള്ള ഒരു ധ്യാനത്തിൻ്റെ ആവശ്യമുണ്ട്. ആ ധ്യാനം തോന്നുന്ന സമയത്ത് മാത്രം എഴുതുക, അല്ലാതെ ഒരു സമയബന്ധിതമായിട്ട് ഇത് എഴുതി തീർക്കുക എന്നൊന്നും എനിക്കത് സാധിക്കാറില്ല. അങ്ങനെ വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എഴുത്ത് അതിനാവശ്യമുള്ളപ്പോൾ കടന്നു വരികയും എന്നെ ഒരു ഉപാധിയാക്കി, ഒരു പേന പോലെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് എഴുത്ത് എന്നിലൂടെ പ്രവഹിക്കുകയും ചെയ്യട്ടെ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും തുടരുന്നതും.